ഹല്ലേലൂയ ഒരു വചനഭാഗത്തിലേക്ക് ആമേൻ വേഗത്തിൽ കടന്നു വരുന്നു. ആമേൻ സ്തോത്രം. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം മുതൽ ആമേൻ സ്തോത്രം നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. കഴിഞ്ഞ 2 ആഴ്ചകളിൽ നമ്മൾ ചിന്തിച്ചത് ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ടുപോയ ആമേൻ സ്തോത്ര ഹല്ലേലൂയ കർത്താവ് ആമേൻ പോകുന്നത് പോലെ അവൻ രണ്ടാമതും ആമേൻ വീണ്ടും വരും. രണ്ടാമത് വരുന്നത് ആർക്ക് വേണ്ടിയാ? ആമേൻ തൻ്റെ വിശുദ്ധ സഭയെ ചേർക്കുവാൻ. ഹല്ലേലൂയ ഈ വാഗ്ദത്തം പറഞ്ഞു. കർത്താവ് മേഘങ്ങളിലെടുത്തു. ആമേൻ സ്തോത്രം. ബാക്കി കൂടിയിരുന്ന 11 ശിഷ്യന്മാർ ഒരുമിച്ച് കൂടി. അവരോടുകൂടെ ഒരു കൂട്ടം പേരുണ്ടായിരുന്നു. അവരെല്ലാം വിളിച്ചിട്ട് പറഞ്ഞു, ആമേൻ സ്തോത്രം, നമുക്ക് 12 അപ്പോസ്തലന്മാരെ കർത്താവ് തിരഞ്ഞെടുത്തത് 11 പേരെ ഇപ്പോൾ ഉള്ളൂ. ആമേൻ സ്തോത്രം. ഒരുവൻ എന്ത് ചെയ്തു? സ്തോത്രം. ഒരുവന് സംഭവിച്ചത് ആമേൻ സ്തോത്രം, ആമേൻ കർത്താവിനെ ഒറ്റിക്കൊടുത്ത യൂദ ആമേൻ കെട്ടിത്തൂങ്ങി. ആമേൻ സ്തോത്രം ഹല്ലേലൂയ മരിച്ചു. അവൻ തലകീഴായി വീണു. ആമേൻ കുടൽ പുറത്തു വന്നു. അവൻ മരിച്ചുപോയി. ആമേൻ സ്തോത്രം. എന്നാൽ പത്രോസ് പറഞ്ഞു, അവന് പകരമായി ഒരുവൻ എന്ത് ചെയ്യണം? ആമേൻ ഒരുവനെ എടുക്കണം. അതിന് പകരമായി ആമേൻ സ്തോത്രം യോസഫിനെയും സ്തോത്രം മദ്യാസിനെയും ആമേൻ കൊണ്ടുവന്നു. ആമേൻ സ്തോത്രം ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഇവരിൽ ആരെയാണ് നീ തിരഞ്ഞെടുത്തിരിക്കുന്നത്? ആമേൻ ഞങ്ങൾക്ക് വെളിപ്പെടുത്തണം. ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആമേൻ സ്തോത്രം. അവരുടെ 2 പേരിലെ പേരെഴുതി ചീട്ടിട്ടു. പേര് മദ്യാസിന് വീണു. ആമേൻ സ്തോത്രം. മദ്യാസ് ആമേൻ സ്തോത്രം 12 അപ്പോസ്തലന്മാരോട് കൂടെ ചേർന്നു. ഹല്ലേലൂയ. ഈ 12 അപ്പോസ്തലന്മാരും അന്ന് അവരെ കൂടെ വന്ന യേശുവിൻ്റെ അമ്മയായ മറിയ, ആമേൻ അവൻ്റെ സഹോദരങ്ങൾ എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ 120 പേരടങ്ങുന്ന ഒരു സംഘം ആമേൻ സ്തോത്രം കാത്തിരിക്കുകയാണ്. അവരെന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? ആമേൻ സ്തോത്രം പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ. കർത്താവ് വാഗ്ദത്തം പറഞ്ഞ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ ആമേൻ സ്തോത്രം പ്രാപിക്കുവാൻ അവർ ഹല്ലേലൂയ 120 പേർ കാത്തിരിക്കുകയാണ്. ആമേൻ സ്തോത്രം. ഇന്ന് ആമേൻ പകൽക്കാലം ആമേൻ ദൈവമക്കളെ ആമേൻ സ്തോത്രം അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലാണ് ആമേൻ സ്തോത്രം അവർ കാത്തിരിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥനയുടെ മറുപടി വെളിപ്പെട്ടു വരുന്നത്. എന്തിനാ പരിശുദ്ധാത്മാവ് വരുന്നത്? എന്തിനാ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ് ആമേൻ സ്തോത്രം ഭൂമിയിലേക്ക് വന്നത്? ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. പരിശുദ്ധാത്മാവ് നമുക്കറിയാം, ബൈബിൾ ഉൽപ്പത്തി മുതൽ ആമേൻ സ്തോത്രം ദൈവത്തിൻ്റെ ആത്മാവിനെ നമുക്ക് കാണുവാൻ കഴിയും. എന്താ? ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ആദിയിൽ ദൈവം ആമേൻ സ്തോത്രം ആകാശത്തെ ഭൂമി സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യമായിരുന്നു. ആമേൻ ആത്മാവ് വെള്ളത്തിന്മേൽ ആമേൻ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ആമേൻ സ്തോത്രം. ആ സമയം മുതൽ ആമേൻ സ്തോത്രം ആമേൻ ദൈവത്തിൻ്റെ ആത്മാവിനെ നമുക്ക് ഉടനീളം കാണുവാൻ കഴിയും. ന്യായപ്രമാണത്തിനകത്ത് ആമേൻ സ്തോത്രം യഹോവയുടെ ആത്മാവ് ഇറങ്ങി വന്നത് ആമേൻ ഒരു പ്രത്യേക ദൗത്യത്തോടെയാണ്. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. പക്ഷേ ന്യായപ്രമാണത്തിനകത്ത് യഹോവയുടെ ആത്മാവ് ഇറങ്ങി വന്നപ്പോൾ അവിടെ സംഭവിച്ചത് ഹല്ലേലൂയ സ്തോത്രം ആമേൻ ന്യായപ്രമാണത്തിനകത്ത് ജീവനില്ലാത്തത് കൊണ്ട്, അതിനകത്ത് മരണമായതുകൊണ്ട് ആമേൻ ആ മരണ ശുശ്രൂഷയോടുകൂടെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ ദൈവത്തിൻ്റെ ആത്മാവ് ചേർന്ന് നിന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് ആമേൻ സ്തോത്രം എവിടെ വെളിപ്പെടുന്നുവോ അവിടെ ജീവനല്ല വെളിപ്പെട്ടത്, അവിടെ മരണം വെളിപ്പെട്ടു. ശിംശോന്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നു. അവൻ ഒരു കഴുതയുടെ താടിയെല്ലുകൊണ്ട് 1000 പേരെ രക്ഷിച്ചു എന്നല്ല, 1000 പേരെ ആമേൻ കൊന്നു. ഏലിയാവിൻ്റെ അടുക്കൽ ആമേൻ സ്തോത്രം അരാം രാജാവിൻ്റെ സൈന്യം 51 പേർ കടന്നു വന്നു. ഏലിയാവ് പറഞ്ഞു ആമേൻ സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആത്മാവിൽ ഏലിയാവ് പറഞ്ഞു, ആകാശത്തുനിന്ന് തീ ഇറങ്ങട്ടെ. ആമേൻ സ്തോത്രം. അപ്പോൾ തീ ഇറങ്ങി 51 പേരും ചാരമായി പോയി. വീണ്ടും 51 പേര് വന്നു. അപ്പോഴും അവൻ യഹോവയുടെ ആത്മാവിനാൽ അവരെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ചാരമാക്കി കളഞ്ഞു. ആമേൻ സ്തോത്രം. ന്യായപ്രമാണം ഉടനീളം നോക്കുമ്പോൾ ആമേൻ സ്തോത്രം ദൈവത്തിൻ്റെ ആത്മാവിൽ ആമേൻ സ്തോത്രം ജീവൻ ആർക്കും പ്രാപിച്ചില്ല. എന്നാൽ ആമേൻ കർത്താവ് പറഞ്ഞു ആമേൻ സ്തോത്രം ഇനി കാര്യസ്ഥനെന്ന പരിശുദ്ധാത്മാവ്
ദൈവത്തിൻ്റെ ആത്മാവിന് ഒത്തിരി പേരുകളുണ്ട്. ആമേൻ സ്തോത്രം. എന്നാൽ പുതിയ നിയമസഭയ്ക്ക്, കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് ദൈവം വാഗ്ദത്തം ചെയ്തു, കാര്യസ്ഥനെന്ന പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അയക്കും, നിങ്ങൾ കാത്തിരിക്കണം. ഈ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, നിങ്ങളുടെ ജീവിതം ചേഞ്ച് ആകും. ഹല്ലേലൂയ. ന്യായപ്രമാണത്തിനകത്ത് വ്യാപരിച്ച ആത്മാവിൻ്റെ പ്രത്യേകത, ആമേൻ സ്തോത്രം, കണ്ണിന് പകരം കണ്ണ്, ആമേൻ സ്തോത്രം, കൈക്ക് പകരം കൈ, പ്രാണന് പകരം പ്രാണൻ. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഈ ന്യായപ്രമാണം, ആമേൻ സ്തോത്രം, മാറും. എന്നിട്ട് ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം വെളിപ്പെടും. അദ്ദേഹം പറയുന്നു, ഒന്നാമത്തേതിനെ നീക്കുവാൻ രണ്ടാമത്തേത് പ്രത്യക്ഷപ്പെട്ടു. ആമേൻ സ്തോത്രം. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിക്കുവാൻ കാര്യസ്ഥൻ എന്ന പരിശുദ്ധാത്മാവ് വന്നു. മോശയുടെ ന്യായപ്രമാണം നിവർത്തിക്കുവാൻ യഹോവയുടെ ആത്മാവ് വന്നു. അതുപോലെ യേശു ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിക്കുവാൻ, ഹല്ലേലൂയ, കാര്യസ്ഥൻ എന്ന പരിശുദ്ധാത്മാവ് വന്നു. ഈ പരിശുദ്ധാത്മാവിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. കാരണം എന്താണെന്നറിയാമോ? ഹല്ലേലൂയ, ഈ യേശുവിൻ്റെ കൂടെ നടന്ന സകല ശിഷ്യന്മാരുടെ അകത്തും, ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, ഉള്ളത്, ആമേൻ, മോശയുടെ ന്യായപ്രമാണമാണ്. അപ്പോൾ ഈ ന്യായപ്രമാണം അവരുടെ ഉള്ളിൽ നിന്ന് മാറണമെങ്കിൽ, ഈ ന്യായപ്രമാണം എന്ന മൂടുപടം, ആമേൻ സ്തോത്രം, ഈ ശിഷ്യന്മാരുടെ അകത്ത് നിന്ന് മാറണമെങ്കിൽ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ് വരണം. കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ് വരുമ്പോൾ, ആമേൻ സ്തോത്രം, ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തീകരിക്കും. ഈ ന്യായപ്രമാണം മാറണം എന്ന് പറഞ്ഞാൽ, ആമേൻ, മോശയ്ക്ക് കൊടുത്ത ന്യായപ്രമാണം ഇപ്പോൾ സകല മനുഷ്യരുടെ ഹൃദയത്തിൽ കിടക്കുന്ന പ്രമാണം ഏതാ? മോശയുടെ ന്യായപ്രമാണം. പക്ഷെ ഈ മോശയുടെ ന്യായപ്രമാണം മാറണമെങ്കിൽ 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 6 മുതൽ വായിക്കുമ്പോൾ ഇവിടെ പറയുന്നത്, ആമേൻ, പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ഈ ന്യായപ്രമാണം അവരുടെ ഹൃദയങ്ങളിൽ കിടക്കുന്നു. പക്ഷെ ക്രിസ്തുവിൽ ഇത് നീങ്ങിപ്പോകും. ക്രിസ്തുവിൽ ഈ ന്യായപ്രമാണം നീങ്ങിപ്പോയാൽ, ആമേൻ, ക്രിസ്തു കണ്ണാടി പോലെ നമ്മുടെ മേൽ എന്ത് ചെയ്യും? പ്രതിബിംബിക്കും. ന്യായപ്രമാണം മാറിയാൽ നമ്മുടെ മുഖത്ത് എന്ത് പ്രകാശിക്കും? ക്രിസ്തുവിന്റെ തേജസ്. കർത്താവേ, ഇന്ന് പകൽ ആ തേജസ് ഇവിടെ ഇറങ്ങണം. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്നു, എനിക്കറിയില്ല, ഈ ദിവസങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ അളവറ്റൊരു സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നത് എനിക്കറിയാം. ഇന്ന് പകൽ ചില മൂടുപടത്തെ ദൈവം ചെയ്യും. ഈ മൂടുപടം മാറാതെ ക്രിസ്തു നമ്മുടെ മേൽ പ്രകാശിക്കത്തില്ല. ക്രിസ്തു പ്രകാശിച്ചാൽ, ഹല്ലേലൂയ, ഞാൻ പറയും, ഇന്ന് പകൽ ചരിത്രങ്ങൾ മാറും, ജീവിതങ്ങൾ മാറും. ആമേൻ സ്തോത്രം. ന്യായപ്രമാണത്തിന്റെ മൂടുപടം ഹൃദയത്തിൽ പേറിക്കൊണ്ട്, ആമേൻ, പൗലോസ് ദമസ്കോസിന്റെ പടിവാതിൽക്കലെത്തിയപ്പോൾ ഒരു വലിയ വെളിച്ചം അവന്റെ മേൽ അടിച്ചു. ഹല്ലേലൂയ, അവന്റെ ചരിത്രം മാറി. കൊല്ലാൻ നടന്നവൻ ഇപ്പൊ ചാകാൻ നടക്കുക. ക്രിസ്തുവിന്റെ മാർഗ്ഗക്കാരെ കൊല്ലാൻ നടന്നവൻ ഇപ്പോൾ എന്ത് ചെയ്യാ? സ്തോത്രം. ക്രിസ്തു വെളിപ്പെട്ടാൽ കൊല്ലത്തില്ല, പിന്നെ എന്ത് ചെയ്യും? ആമേൻ സ്തോത്രം. ക്രിസ്തു വെളിപ്പെട്ടാൽ എന്ത് ചെയ്യും? ചാകും, മരിക്കും. ന്യായപ്രമാണത്തിൽ ജഡമ വെളിപ്പെട്ട്, പക്ഷെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണത്തിന് ജഡമല്ല, ആത്മാവത്രേ കാര്യം. ഹല്ലേലൂയ. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് വന്നല്ലാതെ, ഈ കാര്യസ്ഥൻ വന്നല്ലാതെ ഈ മൂടുപടം മാറത്തില്ല. എന്താണെന്നറിയോ? ഇവരുടെ ഹൃദയത്തിൽ കിടക്കുന്നതെല്ലാം ന്യായപ്രമാണവാ. എന്താ? ആമേൻ സ്തോത്രം. ഒരു ദിവസം കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരും, ആമേൻ സ്തോത്രം, ഇങ്ങനെ യാത്ര ചെയ്ത് പോകുകയാണ്. ആമേൻ, ശമരിയയിൽ എത്തിയപ്പോൾ ശമരിയർ, ആമേൻ സ്തോത്രം, ശമരിയർ എന്ത് ചെയ്തില്ല? ദൈവത്തിൻ്റെ വചനം കൈക്കൊണ്ടില്ല. ശമരിയർ എന്ത് ചെയ്തില്ല? ദൈവത്തിന്റെ വചനം കൈക്കൊണ്ടില്ല. അപ്പോൾ ആമേൻ സ്തോത്രം, ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവേ, ഏലിയാവ് തീ ഇറക്കിയതുപോലെ ഇവരെ എന്ത് ചെയ്യാം? കർത്താവ് തിരിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ ഏത് ആത്മാവിന്? കൊല്ലുന്ന ആത്മാവ്, തകർക്കുന്ന ആത്മാവ്. ഇന്ന് പകൽ ഞാൻ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, ഇന്ന് പകൽ ദൈവമക്കളെ, ഈ ആരാധനയ്ക്കകത്ത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം, ഞാൻ ഏത് ആത്മാവിനാണ് അധീനൻ?
പരിശുദ്ധാത്മാവിനാണോ ന്യായപ്രമാണത്തിന്റെ ആത്മാവിനാണോ ഇന്ന് പകൽ ആമേൻ ഞാൻ അധീനനായിരിക്കുന്നത്? ശമര്യക്കാർ വചനം കൈക്കൊള്ളാത്തത് കൊണ്ട് അവരെ തീയിറക്കി കൊല്ലാനല്ല എന്റെ കർത്താവ് വന്നത്. ആമേൻ ശമര്യ പട്ടണത്തെ ആമേൻ ഇളക്കി മറിക്കുന്ന ആമേൻ ക്രിസ്തുവിന്റെ ആത്മാവ് ഒരു സമയം വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. ഇന്ന് പകൽ ആ ആത്മാവ് വെളിപ്പെട്ടു വന്നാൽ, ക്രിസ്തുവിന്റെ ആത്മാവ് വെളിപ്പെട്ടു വന്നാൽ, ഹല്ലേലൂയ, ആമേൻ സ്തോത്രം. ശിഷ്യന്മാർ പറയാ തീയിറക്കി അവരെ കൊല്ലാം. എന്റെ കർത്താവ് പറഞ്ഞു ഞാൻ വന്നത് തീയിറക്കി കൊല്ലാനല്ല, ഞാൻ വന്നത് ആ ശമര്യ പട്ടണത്തിനകത്ത് ആമേൻ 6 ഭർത്താക്കന്മാരുള്ള ആമേൻ പാപിയായിരിക്കുന്ന ആമേൻ അനേകം മനുഷ്യരുണ്ട്, അവരെ നിത്യജീവനിലേക്ക് നടത്തുവാനാ. നമ്മെ കൊല്ലാൻ എളുപ്പമാ, പക്ഷെ ജീവിപ്പിക്കുവാൻ വില കൊടുക്കണം. ഹല്ലേലൂയ. തകർക്കാൻ എളുപ്പമാ, പക്ഷെ ആമേൻ സ്തോത്രം ചേർത്ത് പിടിക്കാൻ വില കൊടുക്കണം. ഈ ശിഷ്യന്മാരുടെ അകത്ത് മുഴുവനും കിടക്കുന്നത് ന്യായപ്രമാണം. അതുകൊണ്ട് അവർക്ക് സഹിക്കാൻ പറ്റുകയില്ല, ക്ഷമിക്കാൻ പറ്റുകയില്ല, പൊറുക്കാൻ പറ്റുകയില്ല. ആമേൻ സ്തോത്രം. ഒന്ന് പറഞ്ഞാൽ ആമേൻ 2ന് പ്രതികരിച്ചിരിക്കും. ഇന്ന് പകൽ ഒന്ന് പറയുന്നതിന് മുമ്പ് രണ്ടാമത്തെ പ്രതികരിക്കുന്നുവെങ്കിൽ ദൈവകുഞ്ഞ ഇന്ന് പകൽ നീ മാനസാന്തരപ്പെടണം. നീ ന്യായപ്രമാണത്തിന്റെ ആത്മാവിനാ, ആമേൻ ന്യായപ്രമാണത്തിന്റെ ആത്മാവിലാണെങ്കിൽ നീ അങ്ങനെ നശിച്ചു പോകും. പക്ഷെ ക്രിസ്തുവിന്റെ ആത്മാവ് എവിടെ ചലിക്കുന്നുവോ അവിടെ ദൈവത്തിന്റെ ജീവൻ ചലിക്കും. അപ്പൊ ഈ ശിഷ്യന്മാരുടെ അകത്ത് ഈ ആത്മാവ് കയറണം. ഇവരുടെ അകത്ത് ന്യായപ്രമാണം എന്ന് പറയാൻ ഒത്തിരി കാരണങ്ങളുണ്ട്. ഹല്ലേലൂയ. കർത്താവ് ആമേൻ നടന്ന് തളർന്ന് യാക്കോബിന്റെ ഉറവിന്റെ അരികിൽ ഇരിക്കുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, ആമേൻ ഒരു ശമര്യക്കാരി സ്ത്രീ വന്നു. ഹല്ലേലൂയ. അന്ന് തീ ഇറക്കിയെങ്കിൽ ഈ സ്ത്രീ അന്ന് ആമേൻ തട്ടിപ്പോയേനെ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. കർത്താവ് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ, നമ്മൾ ആരും നശിച്ചു പോകാതിരിക്കാൻ. ഹല്ലേലൂയ. ശിഷ്യന്മാർ ആഹാരം കൊണ്ടുവരുമ്പോൾ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, യേശുവിത സംസാരിച്ചു കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. മാറി നിന്ന് ആമേൻ ശിഷ്യന്മാർ തമ്മിൽ പറഞ്ഞു. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, യേശുവിന് അവളെ മനസ്സിലായില്ല. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. എന്താ മനസ്സിലാകത്തെ? ആമേൻ സ്തോത്രം, അവള് ശമര്യക്കാരിയാ. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. എന്താ? ന്യായപ്രമാണത്തിന്റെ മൂടുപടം അകത്ത് കിടക്കുകയാ. കാരണം ശമര്യർക്കും യഹൂദർക്കും തമ്മിൽ സമ്പർക്കമില്ല. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ഞാനിങ്ങനെ ചിന്തിക്കാം, കർത്താവേ 3.5 വർഷം എങ്ങനെ ഇവരെയും കൊണ്ട് നടന്ന്? സത്യം പറഞ്ഞ കർത്താവിന് ഒരു അവാർഡ് കൊടുക്കണം. ഈ ന്യായപ്രമാണത്തിൻ്റെ മൂടുപടം വിട്ട് ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ഈ മൂടുപടം കിടന്ന ഭയങ്കര പ്രശ്നമാണ്. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ ലാസറിൻ്റെ ഭവനത്തിലേക്ക് പോകുവാൻ ആമേൻ സ്തോത്രം ആൾക്കാർ വന്ന് പറഞ്ഞു, ആമേൻ സ്തോത്രം അവൻ മരിച്ചുപോയി, പെട്ടെന്ന് നീ വരണം. കർത്താവ് ആമേൻ സ്തോത്രം പറഞ്ഞു നമുക്ക് അങ്ങോട്ട് പോകാം, ആമേൻ അവിടേക്ക് നമുക്ക് പോകാം. അപ്പോൾ ശിഷ്യന്മാർ ആമേൻ 2-3 പേര്, എവിടെ പോയാലും ഈ 2-3 പേര് കാണുമല്ലോ, ഈ 3-4 പേര് കൂടി എന്നിട്ട് പറഞ്ഞ്, പണ്ടേ അവർ കല്ലെറിയാൻ വേണ്ടി നോക്കിയിരിക്കണം, ഈ പുള്ളിക്കാരെ ഇപ്പം ചെന്ന് കയറി അമ്മമാർ എറിഞ്ഞു കൊല്ലും. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് പറഞ്ഞു, ആമേൻ ദൈവത്തിന് ഇതെല്ലാം അറിയാം. നമ്മളിവിടെ ഇരുന്ന് ചിന്തിക്കുന്നതെല്ലാം ആർക്കറിയാം? കർത്താവിനെ അറിയാം. കർത്താവ് പറഞ്ഞില്ല നമുക്ക് പോകാം. അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു നമുക്കും പോകാം, അവനോട് കൂടെ മരിക്കാം. അല്ലേ, അകത്ത് ഭയങ്കര കമ്മിറ്റി, ഇവരെല്ലാവരും കൂടെ പറയാം എന്തായാലും പറഞ്ഞു നോക്കിയിട്ട് പുള്ളി കേൾക്കുന്നില്ല, പുള്ളിക്ക് പോയേ പറ്റൂ. അപ്പോൾ ബാക്കി എല്ലാവരും കൂടെ പറയാം നമുക്ക് അവനോട് കൂടെ മരിക്കാം. സ്തോത്രം. ഇത് കത്തുന്നുണ്ടോ? ന്യായപ്രമാണം അകത്ത് കിടന്ന അതാ പ്രശ്നം. ഈ ന്യായപ്രമാണം അകത്ത് കിടന്നാൽ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ പോകുന്നത് എങ്ങോട്ടാ? ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ കല്ലെറി കൊല്ലാനല്ല, ആമേൻ ഒരു കല്ലുരുട്ടി ആമേൻ ഒരുവനെ അകത്ത് വെച്ചിരിക്കുന്നു, അവനെ പുറത്തെടുക്കാനാ. ന്യായപ്രമാണം അകത്ത് കിടന്നുകൊണ്ട് പറഞ്ഞു അവർ കല്ലെറിയും. പക്ഷേ ആമേൻ ക്രിസ്തുവിന്റെ കൃപ പറയുക, കല്ല് എറിയാനല്ല നമ്മൾ പോകുന്നത്, കല്ലെറി കൊള്ളാനല്ല നമ്മൾ പോകുന്നത്, ഒരു കല്ല് ഉരുട്ടി മാറ്റാനാ. ക്രിസ്തുവിന്റെ ആത്മാവുണ്ടെങ്കിൽ നിന്റെ നേരെ വരുന്ന കല്ലല്ല നീ കാണുന്നത്. അവൻ അവന്റെ വീട്ടിനകത്ത് കയറി കല്ലെറിയാൻ വരുന്നവന്റെ വീട്ടിനകത്ത് കയറി ശത്രു അടച്ചു വെച്ച കല്ലുരുട്ടാനാ അവൻ ദൈവത്തിന്റെ ആത്മാവുള്ളത്. ഹല്ലേലൂയ.
ഇന്ന് പകൽ ആ ആത്മാവിന്റെ വ്യാപാരം ഇന്ന് പകൽ കുഞ്ഞേ, നീ കല്ലേറ് ഭയന്ന് നീ മാറി നിൽക്കാനല്ല, നീ പിറുപിറുക്കാനല്ല, ഇന്ന് പകൽ അവനോടുകൂടെ നീ സഞ്ചരിക്ക. ശത്രു അടച്ചു വെച്ച കല്ല് ആമേൻ നീ കാണത്തക്കവണ്ണം അതിനെ ദൈവം എടുത്തു മാറ്റും. ന്യായപ്രമാണത്തിന്റെ പ്രത്യേകത. ആമേൻ, സ്തോത്ര ഹല്ലേലൂയ. ആമേൻ, ആമേൻ, സ്തോത്ര ഹല്ലേലൂയ. കർത്താവിന്റെ ശിഷ്യന്മാർ ചോദിച്ചു, കർത്താവേ, സഹോദരൻ പിഴച്ചാൽ എത്ര പ്രാവശ്യം? ഓ സ്തോത്രം. ചിലതൊക്കെ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ടാ ചോദിച്ചേ. പക്ഷെ കർത്താവ് പറഞ്ഞു 7. ഓ സ്തോത്രം. എല്ലാവരും മീറ്റിങ്ങിന് പോയി പുള്ളി അവിടെ ഇരുന്ന് അമ്മ സ്തോത്രം 770 വട്ടം എത്ര അന്ന് എണ്ണിക്കൊണ്ടിരിക്കുക. സ്തോത്രം. ഞാൻ പറഞ്ഞു, എണ്ണുന്നവരെണ്ണിക്കൊണ്ടിരിക്കട്ടെ. ദൈവകുഞ്ഞൻ നീ പുറപ്പെട്ടോളണം, നീ പുറപ്പെട്ടോളണം. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ഈ ന്യായപ്രമാണത്തിൻ്റെ മൂട് പടം കിടന്നാൽ ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം ആമേൻ, സ്തോത്രം 3:6 പറയുന്നു, ആമേൻ, സ്തോത്രം, അവരുടെ ഹൃദയം കഠിനപ്പെട്ടുപോയി. അവിടെ ഹൃദയം എന്ത് ചെയ്തു? ആമേൻ, സ്തോത്രം. ഞാൻ പറയുന്നു, ചെറിയൊരു വാക്ക് കേട്ടാൽ അപ്പോൾ നമുക്ക് ദുഃഖം. ഇതിങ്ങനെ ഫീൽ ചെയ്യുന്നുവെങ്കിൽ ഓർത്തോണം എന്ത് കിടപ്പുണ്ട്. ചെറിയൊരു വാക്ക് കേട്ടാൽ മുഖവും മാറും. ആമേൻ, സ്തോത്രം. പിന്നെ അവരെ കണ്ട മിണ്ടത്ത് പോലും ഇല്ല. ഓർത്തോണം എന്തുണ്ട്. ഇപ്പോൾ അടുത്തിരുന്ന് തട്ടണ്ട, പിന്നീട് പറഞ്ഞാൽ മതി. സ്തോത്രം. ഈ ഞാൻ സത്യം പറഞ്ഞേ. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു നോക്കട്ടെ, പിന്നെ സ്തോത്രം തീർന്നു. പക്ഷെ ആമേൻ, ന്യായപ്രമാണത്തിൻ്റെ മൂടുപടം നീങ്ങിയ ഒരു വ്യക്തിയെ പറഞ്ഞു നോക്കേ. സ്തോത്രം. എന്തോ പറഞ്ഞാലും അവർക്കത് വിഷയമല്ല. കാരണം എന്ന് പറഞ്ഞാൽ ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ഇത് സ്നേഹത്തിൻ്റെ പ്രമാണത്തിനകത്താണ്. ആമേൻ, സ്തോത്രം. ഇന്ന് പകൽ എൻ്റെ ഭാരം ആമേൻ, അനേകർ കൈയടിക്കുന്നു, പാട്ടുപാടുന്നു, ആരാധിക്കുന്നു, പക്ഷെ മുഖത്ത് ഒരു സന്തോഷവും ഇല്ല. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. കാരണം ന്യായപ്രമാണത്തിനകത്ത് എന്തുണ്ട്? പാട്ടുണ്ട്, ആരാധനയുണ്ട്. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ഉപവാസമുണ്ട്, ആമേൻ, രട്ടുണ്ട്, വെണ്ണീരുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ആമേൻ, സ്തോത്രം, ഒരു ചെറിയ വിഷയം വന്നാൽ പിന്നെ ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ, അവിടെ ഹൃദയം കഠിനപ്പെട്ടു പോകും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ മേലാക്കുന്നതിന് മുമ്പ് ആമേൻ, ഇന്ന് പകൽ ആമേൻ, രക്ഷിക്കപ്പെട്ട ദൈവപൈതന്റെ പ്രത്യേകത എന്തെന്നറിയാമോ? യെഹെസ്കേൽ പ്രവാചകൻ കാമൻ വർഷങ്ങൾക്ക് മുമ്പ് ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ, ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ സഭയെ നോക്കി ഇങ്ങനെ പ്രവചിച്ചു. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ആമേൻ, സ്തോത്രം. യെഹെസ്കേലിനോട് പറഞ്ഞു, യെഹെസ്കേലേ, ആമേൻ, സ്തോത്രം, നീ എന്ത് ചെയ്യണം? നീ ഈ അസ്ഥി താഴ്വരയെ നോക്കി നീ പ്രവചിക്കണം, നീ പ്രവചിക്കണം. ആമേൻ, സ്തോത്രം. യഹോവയുടെ കൈ ആമേൻ യെഹെസ്കേലിന്റെ മേൽ വന്നു. ദൈവത്തിന്റെ ആത്മാവ് അവനെ നടത്തി. ഹല്ലേലൂയ. അസ്ഥികളുടെ താഴ്വരയിൽ കൊണ്ട് നിർത്തി. ഏത് അസ്ഥികളുടെ താഴ്വരയാ? ഹല്ലേലൂയ, സ്തോത്രം. ഈ അസ്ഥികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ യെഹെസ്കേൽ പ്രവചനം വായിക്കുമ്പോൾ കുറേ അസ്ഥികൾ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നു. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ യെഹെസ്കേൽ ചെന്ന് പ്രവചിക്കുന്നു, അസ്ഥിയിൽ ഞരമ്പ് വരുന്നു. അങ്ങനെയൊന്നുമല്ല. അവിടെ എഴുതിയിരിക്കുന്ന 3 കൂട്ടം ജനമാണ്. ഇസ്രായേൽ മക്കളെ 3 കൂട്ടം ജനം. ഒന്ന് ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ 37:11 വായിക്കണ്ട. ആമേൻ, സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്നത് ആമേൻ, സ്തോത്രം. ആമേൻ 3 കൂട്ടരുണ്ട്. ആ 3 കൂട്ടരും പറയും, ഒരു കൂട്ടർ പറയാം ഞങ്ങൾ ഏറ്റവും ഉണങ്ങിയിരിക്കുന്നു. അടുത്തൊരു കൂട്ടർ പറയുന്നു ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നിരിക്കുന്നു, ഞങ്ങൾ ഏറ്റവും മുടിഞ്ഞിരിക്കുന്നു. അപ്പം 3 കൂട്ടം ജനം. ഏറ്റവും ആമേൻ, സ്തോത്രം, ഉണങ്ങിയ ജനം, പ്രത്യാശ നഷ്ടപ്പെട്ട ജനം, ഏറ്റവും. അപ്പോൾ ഒന്ന് സ്തോത്രം, ഏറ്റവും ഉണങ്ങിയിരിക്കുക. കാരണം ഒരു സ്തോത്രം പോലും ഈ ഉണങ്ങിയിരിക്കുന്നതെന്ന് എന്ത് വരത്തില്ല, ഈ പച്ചയെന്ന് വരുന്നില്ല, പിന്നെയല്ലേ ഉണങ്ങിയെന്ന് വരുന്നേ. സ്തോത്രം. ഇവിടെ കിടന്ന് ഈ സ്തോത്രം തൊണ്ട കീറിയിട്ട് പോലെ സ്തോത്രം പറയാൻ എനിക്ക് സങ്കടമില്ല. നിങ്ങൾ ആമേൻ, സ്തോത്രം നോക്കുമ്പോൾ ആര് സ്തോത്രം പറയും എനിക്ക് ഒരു വിഷമമില്ല. ഉണങ്ങിയതാ. ആ ഉണങ്ങിയതിനകത്ത് നിന്ന് എന്ത് പ്രതീക്ഷിക്കണ്ട. രണ്ടാമത്തെ പ്രത്യാശ. ഭൂകമ്പം വന്ന പോലെ ഇരിക്കും ആ സ്തോത്രം. മുഖത്ത് നോക്കിയാൽ അറിയാം എല്ലാം നഷ്ടപ്പെട്ടു. ഇനി ആമേ കർത്താവേ നീ അങ്ങ് എവിടെ എടുക്കാൻ? സ്തോത്രം. ആമേ പ്രത്യാശ നഷ്ടപ്പെട്ടവർ.
ആമേൻ സ്തോത്രം. ഒരു കൂട്ടർ പറഞ്ഞു ഏറ്റവും അങ്ങേര് വന്നതോടെ മുടിഞ്ഞു, അവൾ വന്നതോടെ എൻ്റെ കുടുംബം മുടിഞ്ഞു. അങ്ങനെ പറയുന്ന ഒരു കൂട്ടർ. ഈ 3 കൂട്ടരെ ഇടയിൽ കൊണ്ടുവന്നിട്ട് യെഹെസ്കേലിനോട് പറഞ്ഞു, നീ ഇവരുടെ ഇടയിൽ കൂടെ ചുറ്റി ഒന്ന് ഈ 3 കൂട്ടർ പ്രത്യാശയില്ലാത്തവർ, ഉണങ്ങിയത്, പിന്നെ അങ്ങോട്ട് വരുമ്പോഴേ പറയും ദാ മുടിഞ്ഞവൻ. സ്തോത്രം. ഇങ്ങനെ പറയുന്നവരുടെ ഇടയിൽ കൂടെ എന്ത് ചെയ്തു? ചുറ്റി നടക്കുമാറാക്കി. എന്നിട്ട് യെഹെസ്കേലിനോട് പറഞ്ഞു, നീ എന്ത് ചെയ്യണം? ഈ ജനത്തെ നോക്കി ഇന്ന് പകൽ എനിക്കറിയാം, ആമേൻ സ്തോത്രം, തൻ്റെ അഭിഷിക്തന്മാരുടെ ആദരത്തിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ പ്രവചിച്ചാൽ അത് ജീവിക്കും. സ്തോത്രം. ഇന്ന് പകൽ ആമേൻ ആദ്യം ഒരു സങ്കീർത്തന ഭാഗം വായിച്ചിട്ടെ ആമേൻ സ്തോത്രം പറഞ്ഞില്ലേ, നിന്റെ കളപ്പുര നിറയും. ആമേൻ. നിന്റെ ആമേൻ സ്തോത്രം ജോലിയിൽ വർധനവുണ്ടാകും. ആമേൻ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ സ്തോത്രം പറയാതിരുന്നില്ലേ? ആമേൻ സ്തോത്രം കൈയടിക്കാതിരുന്നില്ലേ? ഇന്ന് പകൽ ദൈവകുഞ്ഞെ ഓർത്തോ? ആമേൻ സ്തോത്രം. ആമേൻ ദൈവത്തിന്റെ പ്രവാചകൻ പറഞ്ഞാൽ ആമേൻ എത്ര ഉണങ്ങിയതും ആമേൻ ചലിക്കാൻ തുടങ്ങും. എത്ര മുടിഞ്ഞതിനകത്തും ജീവൻ വരും. എത്ര പ്രത്യാശയില്ലാത്തതിനകത്തും ദൈവത്തിന്റെ ചലനങ്ങൾ ഉണ്ടാകും. അങ്ങനെങ്കിൽ ഇന്ന് ഞാൻ പകൽ പറയും, നിങ്ങളതൊക്കെ ഞാൻ പ്രവചിച്ചു പറയും, ഇന്ന് പകൽ ചില അത്ഭുതങ്ങൾ നടക്കും. ഹല്ലേലൂയ. ദൈവകുഞ്ഞൻ നിനി ആമേൻ സ്തോത്രം ഇങ്ങനെ ഇരിക്കാനല്ല. ആമേൻ. ഈ ജനത്തെ നോക്കി യെഹെസ്കേൽ പ്രവാചകൻ പ്രവചിച്ചു. എന്താ പ്രവചിച്ചത്? അവൻ പ്രവചിച്ചത് ആമേൻ സ്തോത്രം ഈ ജനത്തെ നോക്കി പ്രവചിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, നീ പ്രവചിച്ചോ. നീ പ്രവചിക്കുമ്പോൾ ഞാൻ ആമേൻ 6 കാര്യങ്ങളെ ഞാൻ ചെയ്യും. നീ പ്രവചിക്കുമ്പോൾ 6 കാര്യങ്ങളെ ഞാൻ ചെയ്യും. ആമേൻ സ്തോത്രം. യെഹെസ്കേൽ പറഞ്ഞു, ആമേൻ സ്തോത്രം, പ്രത്യാശയില്ലെന്നറിയാം, മുടിഞ്ഞിരിക്കുകയാണെന്നറിയാം, ഉണങ്ങിയിരിക്കണമെന്ന് യെഹെസ്കേലിനെ അറിയാം. പക്ഷെ ദൈവ ശബ്ദത്തിൻ്റെ മുമ്പിൽ അവൻ വിനയപ്പെട്ടു കൊടുത്തു. ഇന്ന് പകൽ വചനത്തിന് മുമ്പിൽ താഴ്ത്തി കൊടുക്കുന്ന ദൈവകുഞ്ഞെ, നിന്റെ വാക്കുകൾക്കകത്ത് ചിലത് ജീവിക്കും. നിന്റെ ശബ്ദത്തിനകത്ത് ചിലത് ഉയർത്തെഴുന്നേൽക്കും. നിന്റെ ശബ്ദത്തിനകത്ത് ചിലത് വർദ്ധിച്ചു വരും. ഹല്ലേലൂയ. നിന്റെ ശബ്ദത്തിനകത്ത് നിന്റെ കളപ്പുരകൾ പെരുകും. അതുകൊണ്ട് പറഞ്ഞ ഈ വചനമൊക്കെ വിളിച്ചു പറയുമ്പം ആമേൻ സ്തോത്രം ചാടി പിടിച്ചോളണം, സ്തോത്രം പറഞ്ഞോളണം. അതങ്ങനെ തന്നെ നിങ്ങളുടെ മേൽ സംഭവിക്കും. ആമേൻ. യെഹെസ്കേൽ പ്രവചിക്കാൻ തുടങ്ങി. ആമേൻ. യെഹെസ്കേൽ ഈ ജനത്തെ നോക്കി പ്രവചിക്കുമ്പോൾ അവൻ ഒരു വെളിപ്പാട് കാണുകയാ. എന്താ വെളിപ്പാട്? ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഉണങ്ങിയ മനുഷ്യരുടെ മേൽ, ആ പ്രത്യാശ നഷ്ടപ്പെട്ട മനുഷ്യരുടെ മേൽ, ആ മുടിഞ്ഞിരിക്കുന്ന മനുഷ്യരുടെ മേൽ ഇതാ ആമേൻ സ്തോത്രം ഒരു ഞരമ്പ് വന്നു ആമേൻ പിടിക്കുന്നു. ഇത് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഉണങ്ങി നിൽക്കുന്ന ആമേൻ അസ്ഥിയാണ്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ഇതിനകത്ത് ഞരമ്പുണ്ട്, മാംസമുണ്ട്, ശ്വാസമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ആമേൻ സ്തോത്രം വെളിപ്പാടിൽ കാണുകയാ, ഇവനിൽ ആമേൻ സ്തോത്രം ഈ ഞരമ്പ് പോരാ, ഈ മാംസം പോരാ, ഈ ത്വക്ക് പോരാ. ആമേൻ. സ്വർഗത്തിലെ ദൈവം പറയാ, ആമേൻ സ്തോത്രം, ഈ ഉണങ്ങി പ്രത്യാശ നഷ്ടപ്പെട്ട് നിൽക്കുന്നില്ലേ, ഈ ജനത്തിൻ്റെ മേൽ ഞാൻ എന്ത് ചെയ്യാൻ പോവുക? ഞാൻ ഞരമ്പ് വെച്ച് പിടിപ്പിക്കാൻ പോകുക. ആമേൻ. പ്രവാചകൻ പ്രവചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവൻ കാണുകയാണ്, ഈ ശരീരത്തിൽ ഇതാ അവൻ പ്രത്യേക ഒരു ഞരമ്പ്. ഇന്ന് പകൽ ഞാൻ ചോദിക്കട്ടെ, എന്തിനാ ഈ ഞരമ്പ്? ഈ ഞരമ്പ് വചനം പറഞ്ഞു, രക്തത്തിലല്ലോ ജീവൻ. അങ്ങനെയാണെങ്കിൽ ന്യായപ്രമാണത്തിന്റെ രക്തമോടുന്ന ആമേൻ ഞരമ്പിലല്ല, യേശുക്രിസ്തുവിന്റെ ജീവൻ വഹിക്കുന്ന ഒരു ഞരമ്പ് അവന്റെ മേൽ വെച്ച് പിടിപ്പിക്കുക. ഇന്ന് പകൽ ദൈവകുഞ്ഞെ ആമേൻ നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ആ യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ അവന്റെ നിത്യജീവനുണ്ട്. കണ്ടോ? ആ ഞരമ്പിനകത്ത് ഹല്ലേലൂയ സ്തോത്രം ഞരമ്പ് വെച്ച് പിടിപ്പിച്ചു, അടുത്ത് മാംസം വെച്ച് പിടിപ്പിച്ചു, ഹല്ലേലൂയ അടുത്ത് ത്വക്ക് വെച്ച് പിടിപ്പിച്ചു. എന്നിട്ട് ഇവനിലേക്ക് ശ്വാസം ആമേൻ വരുത്തി. എന്നിട്ട് ദൈവം പ്രത്യേകിച്ചൊരു കാര്യം ചെയ്തു. എന്താണെന്നറിയോ? ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ഈ ന്യായപ്രമാണത്തിനകത്ത് ഇവനുണ്ടായിരുന്ന ഹൃദയത്തെ എടുത്ത് എന്ത് ചെയ്തു? ഈ ഹൃദയത്തെ എന്ത് ചെയ്തു? ദൈവം എടുത്തു മാറ്റി. കാരണം ഈ ഹൃദയത്തിന്റെ പ്രത്യേകത എന്താ? ഇത് കല്ലായുള്ള കഠിന ഹൃദയം, മനസ്സലിവില്ല. സ്നേഹമുണ്ടോ? ഉണ്ട്, സ്നേഹമുണ്ട്. നമ്മളെ സ്തോത്രം ഹല്ലേലൂയ നമുക്ക് എന്തെങ്കിലും തന്നാൽ സ്നേഹം, തന്നില്ലെങ്കിൽ അപ്പം ഇത് പെട്ടെന്ന് കഠിനപ്പെടും. ഒരു ചെറിയ വാക്ക് കേട്ടാൽ ഈ ഹൃദയം എന്ത് ചെയ്യും?
ഈ ഹൃദയത്തിന്റെ പേരെന്താ? കല്ലായുള്ള ഹൃദയം. അപ്പൊ ദൈവം എന്ത് ചെയ്ത്? കല്ലായുള്ള ഈ ഹൃദയത്തെ ദൈവം എടുത്തു മാറ്റിയിട്ട് മാംസമുള്ള ഹൃദയം വെച്ചു. ഓ, മാംസമുള്ള ഹൃദയം വെച്ചു. ആറാമത്, ദൈവത്തിന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിലാക്കി. ന്യായപ്രമാണത്തിൽ ആത്മാവ് എവിടെ വന്നേ? ശിംശോന്റെ മേൽ യഹോവയുടെ ആത്മാവ്. ആരുടെ ഉള്ളിൽ ആത്മാവ് വന്നില്ല. പിന്നെ എവിടെ വന്നേ? അവരുടെ പുറത്ത് ആത്മാവ് വന്നേ. സ്തോത്രം, ഹല്ലേലൂയ. ദൈവം എന്ത് ചെയ്തു? പുതിയ ഞരമ്പ് വെച്ചു, പുതിയ മാംസം വെച്ചു, പുതിയ ത്വക്ക് വെച്ചു, പുതിയ ഹൃദയം വെച്ചു, പുതിയ ശ്വാസം വരുത്തി. അവന്റെ ആത്മാവിനെ എന്ത് ചെയ്തു? അവന്റെ ഉള്ളിലാക്കി. ഈ 6 കാര്യങ്ങൾ കൂടെ ചെയ്തിട്ട് സ്തോത്രം, ഈ 6 കാര്യങ്ങൾ നടക്കുമ്പോഴാണ് അവന്റെ പേര് പുതിയ സൃഷ്ടി. പഴയ സൃഷ്ടിയല്ല. പഴയത് കഴിഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം എന്ത് ചെയ്തു? ന്യായപ്രമാണം കഴിഞ്ഞുപോയി. കല്ലായുള്ള ഹൃദയം. പിന്നെ എന്നിട്ട് എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നത്? ന്യായപ്രമാണത്തിന്റെ ഹൃദയം എന്ത് ചെയ്തു? ന്യായപ്രമാണത്തിന്റെ ഹൃദയം എന്ത് ചെയ്തു? ഉണ്ടോ അവിടെ? ഇപ്പൊ ഏത് ഹൃദയ ഉള്ളേ? എന്നിട്ട് എന്താ ഒരു സന്തോഷം വരാത്തെ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ന്യായപ്രമാണത്തിന്റെ ഹൃദയം എന്ത് ചെയ്തു? ഇപ്പം വന്നത് ന്യൂ ഹാർട്ട്. ഇപ്പൊ ഇവനുള്ളത്, ഈ ഹൃദയത്തിന്റെ പ്രത്യേകത, ശത്രുവിന് വിശന്നാൽ, ഈ ഹൃദയത്തിന്റെ പ്രത്യേകത എന്താ? ശത്രുവിന് വിശന്നാൽ അവന് മട്ടൻ ബിരിയാണി മേടിച്ച് കൊടുക്കും. അതാണ് ഈ ഹൃദയത്തിന്റെ പ്രത്യേകത. അങ്ങനെ വാങ്ങിക്കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ എവിടെയാണ് ഇരിക്കുന്നത്? സ്തോത്രം. ശത്രുവിന് വിശക്കുന്നു, ദാഹിക്കുന്നെങ്കിൽ ഷാർജ മേടിച്ച് കൊടുക്കണം. വെള്ളം അല്ല, വെള്ളമെങ്കിലും കൊടുക്കുന്നല്ലോ. സ്തോത്രം, ഹല്ലേലൂയ. ഈ ഹൃദയത്തിന്റെ പ്രത്യേകത എന്താ? ശത്രുവിനെ സ്നേഹിക്കുക. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനെ പകർന്നത് പഴയ ശരീരത്തിലല്ല. ഞാൻ 2-ാം അധ്യായത്തിലേക്ക് കയറിയിട്ടില്ല. 2-ാം അധ്യായത്തിൽ കയറിയാൽ സ്തോത്രം, എനിക്കറിയാം ഇത്. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് എന്താ പറഞ്ഞേ? പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ. പുതിയ വീഞ്ഞ് എന്ത് ചെയ്യണം? പഴയ തുരുത്തി. ഏതാ പഴയ തുരുത്തി? ന്യായപ്രമാണത്തിലുള്ള ആ കഠിനമായ ഹൃദയം, ആ കല്ലായുള്ള ഹൃദയത്തിൽ ഈ പുതിയ വീഞ്ഞ് എന്ന് പറഞ്ഞാൽ സ്തോത്രം, ഈ ന്യായപ്രമാണത്തിനകത്ത് ഈ കഠിനമായ ഹൃദയം ഇരിക്കുമ്പോൾ സ്തോത്രം, നമ്മൾ പുതിയ നിയമത്തിൽ നമ്മൾ പറയാണ്, പുതിയ നിയമത്തിൻ്റെ പ്രത്യേകത എന്താ? പുതിയ നിയമത്തിൻ്റെ ആത്മാവിൻ്റെ പ്രത്യേകത, പുതിയ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം എന്താ? സ്തോത്രം, സ്നേഹിക്കണം, സഹിക്കണം, പൊറുക്കണം, ക്ഷമിക്കണം. ഇത് പറഞ്ഞാൽ സ്തോത്രം, ഹല്ലേലൂയ, പറയുന്നവനെ എന്ത് ചെയ്യും? സ്തോത്രം, ഹലോ. ഇത് പറഞ്ഞാൽ ആമേൻ ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഈ ആദ്യം എന്ത് ചെയ്യണം? ഈ ആത്മാവിനെ പകരുന്നതിന് മുമ്പേ പാത്രത്തെ എന്ത് ചെയ്യണം? ഈ തുരുത്തി എന്ത് ചെയ്യണം? അപ്പൊ ദൈവം പറഞ്ഞു, ഈ പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരുമാറില്ല. പകർന്നാൽ ഈ തുരുത്തി എന്ത് ചെയ്യും? തുരുത്തി പൊളിഞ്ഞ് വീഞ്ഞ് എന്ത് ചെയ്യും? അപ്പോൾ എന്ത് ചെയ്യണം? പുതിയ തുരുത്തിയിലത്രേ പുതിയ വീഞ്ഞ്. അപ്പോൾ തുരുത്തി എന്ത് ചെയ്യണം? ഞാൻ പറയുന്നു, ദൈവമക്കളെ, ഉള്ള കാലവും സ്തോത്രം ഞാൻ പ്രസംഗിച്ചാലും തുരുത്തി പുതുതാകാത്തിടത്തോളം കാലം ഇത് സ്തോത്രം എല്ലാ ഞായറാഴ്ചയും ഈ വീഞ്ഞ് അകത്തോട്ട് കയറും. വാതിൽ തുറന്ന് പുറത്തിറങ്ങുമ്പോൾ എന്ത് ചെയ്യും? ഇത് പൊട്ടി 4 വാർഡും ചെതറിപ്പോവും. വീട്ടിനകത്ത് ചെന്ന് അറിയും യുദ്ധവാ. ഇത്രയും ആരാധന കഴിഞ്ഞിട്ടും വീട്ടിൽ ചെല്ലുമ്പോൾ എന്താ യുദ്ധം? എന്താ അത് സംഭവം? അത് വേറെ ഒന്നുമല്ല, തുരുത്തി പൊളിഞ്ഞ് വീഞ്ഞു പോയ പോക്ക. അടുത്തിരിക്കുന്ന പാത്രത്തെ ഈ വെള്ളം ശക്തിയോടെ ഒഴിക്കൽ പാത്രമൊക്കെ എന്ത് ചെയ്യും? വീട്ടിനകത്ത് വെള്ളം കയറിയാൽ പാത്രം ഒരിടത്തിരിക്കത്തില്ല. ഈ പാത്രത്തിനെ എല്ലാം ഈ വെള്ളം എന്ത് ചെയ്യും? കുഞ്ഞ് മാനസാന്തരപ്പെടണം.
തുരുത്തി പുതുക്കണം. ആമേൻ സ്തോത്രം. ഈ ഒറ്റ പ്രസംഗമേ ഞാൻ ഇവിടെ പ്രസംഗിച്ചോളെങ്കിലും ആമേൻ ഞാൻ പറയുന്നു, തുരുത്തി പുതിയതാകണം. കുഞ്ഞെ, വീഞ്ഞകത്തു പരിവർത്തിക്കണമെങ്കിൽ, ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിന്റെ അകത്തു പ്രവേശിക്കണമെങ്കിൽ ഇന്ന് പകൽക്കാലം തുരുത്തി പുതിയതാകണം. ഇന്ന് പകൽ ദൈവകുഞ്ഞെ നീ പുതിയതാകണം. നിന്റെ തുരുത്തി പുതിയതാണെങ്കിൽ ആത്മാവ് നിന്നിൽ പകരുന്നത് ഒഴുകി പോകത്തില്ല. അത് നിന്നിൽ നിന്ന് ഒഴുകും. അത് ഒഴുകി ചെല്ലുന്നിടത്തല്ല, ചലിക്കുന്ന പ്രാണികൾ ഉണ്ടാകും. ഇന്ന് പകൽ കുഞ്ഞെ, നിന്നെ ഒന്ന് വിട്ടുകൊടുക്കുക. ഇന്ന് പകൽ ഒരുവൻ ഇവിടെ വന്നിട്ടുണ്ട്. ഒരു ഞരമ്പ് വെച്ചു പിടിപ്പിക്കുന്ന, ആമേൻ സ്തോത്രം, നിനക്ക് ഒരു മാംസം വെച്ചു പിടിപ്പിക്കുന്ന, നിന്റെ മേൽ ന്യായപ്രമാണത്തിന്റെ ത്വക്ക് മാറ്റി ദൈവത്തിന്റെ മഹത്വം അനുഭവിക്കുന്ന ഒരു പുതിയ ത്വക്ക് ഇന്ന് പകൽ ഇവിടെ അവൻ പണിയുകയാണ്. ന്യായപ്രമാണത്തിനകത്തുള്ള ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുകയില്ല. ആമേൻ, ദൂരെ മാറി നിൽക്കണം. ആരെങ്കിലും പർവ്വതം തൊട്ടാൽ എന്ത് ചെയ്യണം? അവൻ മരണശിക്ഷ പറഞ്ഞു, നീ തൊട്ടാൽ മരിക്കുമല്ലേ, പക്ഷെ പുതിയൊരു ത്വക്ക് ഞാൻ തരും. പക്ഷെ ഈ ത്വക്ക് നിന്നെ വെച്ച് പിടിപ്പിക്കുമ്പോൾ നീ 24 hours ദൈവ സാന്നിധ്യം ഈ ശരീരത്തിൽ അനുഭവിക്കും. ആമേൻ. നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന ത്വക്കിന്റെ പ്രത്യേകത ദൈവ സാന്നിധ്യം അനുഭവിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞു, ആമേൻ സ്തോത്രം, ദൈവത്തിന്റെ ചൂടടയാളം ഞാൻ എൻ്റെ ശരീരത്തിൽ. സ്തോത്ര, ഹല്ലേലൂയ. ഇന്ന് പകൽ ആമേൻ ദൈവകുഞ്ഞെ, നീ പുതിയ തുരുത്തിയാകാൻ തയ്യാറാണെങ്കിൽ ആമേൻ ഇന്ന് പകൽ ആ സാന്നിധ്യം നിന്റെ മേൽ അനുഭവിക്കും. ആ സാന്നിധ്യം നിന്റെ മേൽ വെളിപ്പെടും. ആ ദൈവ മഹത്വം നിന്റെ മേൽ വെളിപ്പെടും. ഈ പകൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സ്തോത്രം. ഇന്ന് ആമേൻ, ഹല്ലേലൂയ. ഈ പകൽ നമ്മുടെ തുരുത്തിയെ നമ്മൾ പുതുക്കണം. തുരുത്തി പുതുക്കിയാൽ അടുത്ത ആഴ്ച ഈ വീഞ്ഞ് പകരും, ഈ വീഞ്ഞൊഴുകും. ഈ വീഞ്ഞൊഴുകിയാൽ അതിനകത്ത് സമൃദ്ധി വെളിപ്പെടും, വർദ്ധനവുകൾ ഉണ്ടാകും. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ഈ ആമേൻ സ്തോത്രം, വീഞ്ഞ് ഇല്ലെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നു. ആമേൻ സ്തോത്രം. യേശു സ്നാനപ്പെട്ട് കയറിയപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. ഈ ആത്മാവ് നടത്തിയാൽ ആമേൻ സ്തോത്രം, അവിടെ എഴുതിയിരിക്കുന്നു 40 ദിവസം ആമേൻ പിശാച് കർത്താവിനോട് എന്ത് ചെയ്തുകൊണ്ടിരുന്നു? ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിനോട് പോരാടി യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ഒരു ദിവസം പോലും എന്ത് ചെയ്തില്ല? ആമേൻ കർത്താവിനെ തോൽപ്പിക്കാൻ പറ്റിയില്ല. ആമേൻ എന്ന അവസാനം ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, സകല തന്ത്രങ്ങളും മാറിയപ്പോൾ ആമേൻ പിശാച് വചനമെടുത്ത് ദൈവത്തിന് നേരെ തിരിഞ്ഞു. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ കർത്താവ് അവിടെ തോറ്റില്ല. എന്താ? അവൻ്റെ ആത്മാവ് അവനോട് കൂടെയാണ്. ഇന്ന് പകൽ ദൈവകുഞ്ഞ്, നീ തോറ്റു പോകത്തില്ല. ഈ ആത്മാവ് നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ നീ വീട്ടിനകത്ത് തോക്കത്തില്ല, നീ സമൂഹത്തിൽ തോക്കത്തില്ല, നീ സഭയിൽ തോക്കത്തില്ല, നിന്റെ ചാർച്ചക്കാരുടെ ഇടയിൽ നീ തോറ്റുപോകത്തില്ല. ആമേ ശത്രു എവിടെയെല്ലാം നിന്നെ വെല്ലുവിളിക്കുന്നുവോ അവിടെയെല്ലാം ഹല്ലേലൂയ സ്തോത്രം നിന്നെ ധൈര്യത്തോടെ നടത്തും. നീ ഒന്നിലും മയങ്ങി പോകത്തില്ല, ഒന്നിലും നീ താണു പോകത്തില്ല. ആമേൻ ശക്തിയോടെ ആത്മാവിൽ നീ നിൽക്കും. കർത്താവിനെ പരീക്ഷിച്ചു. ഹല്ലേലൂയ. ആമേൻ കർത്താവിനോട് പറഞ്ഞു, നീ ആമേൻ ദൈവപുത്രനെങ്കിൽ ആമേൻ സ്തോത്രം, ഈ കല്ലിനെ എന്ത് ചെയ്യണം? ആമേൻ. കർത്താവിനൊന്നേ പറയാനുള്ളൂ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ആമേൻ വചനത്തിൽ ജീവിക്കുന്നൊരു തലമുറ, വചനത്തിൽ നടക്കുന്നൊരു തലമുറ, വചനത്തിൽ ഇരിക്കുന്നൊരു തലമുറ. ഞാൻ പറയും ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ആമേൻ സ്തോത്രം, ദൈവത്തിന് വേണ്ടുന്നത് അവൻ്റെ വചനത്തിൽ ജീവിക്കുന്ന ഒരു തലമുറയാ, അവൻ്റെ വചനത്തെ ഭക്ഷിക്കുന്ന ഒരു തലമുറ, അവൻ്റെ വചനത്തിൽ നടക്കുന്ന ഒരു തലമുറയെ ദൈവത്തിന് ആവശ്യം. ഹല്ലേലൂയ. കർത്താവ് അതിൽ തോറ്റുപോയില്ല. ആമേ ഒരു നിമിഷം കൊണ്ട് ആമേ സ്തോത്ര സർവ്വലോകവും കാണിച്ചു കൊടുത്തിട്ട് പിശാച് പറഞ്ഞു, ഇതെല്ലാം എനിക്കുള്ളതാ, നീ എന്നെ ഒന്ന് വണങ്ങിയാൽ ഇതെല്ലാം ഞാൻ നിനക്ക്. ആമേ സ്തോത്ര പ്രലോഭനങ്ങളിൽ ദൈവം എന്ത് ചെയ്തില്ല? സ്തോത്ര. ഇന്ന് പകൽ ഈ പരിശുദ്ധാത്മാവ് നിങ്ങളോട് കൂടിയാൽ ഈ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിൽ എന്ത് ചെയ്യത്തില്ല? ആമേ സ്തോത്ര. ദൈവം നിന്നെ കൊടുക്കാൻ ഒരു ശക്തിക്കും പറ്റത്തില്ല, നീ കുടുങ്ങത്തില്ല. പക്ഷേ ഇന്ന് പകൽ ഞാൻ പറയും, നീ ചിലതിനെ കൊടുക്കും. ആമേൻ സ്തോത്രം, നീ ചിലതിനെ കൊടുക്കും.
നീ കുടുങ്ങി പോകത്തില്ല. ഇന്ന് പകൽ നീ കുടുങ്ങിയിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽ കുടഞ്ഞെഴുന്നേറ്റോ. ആമേൻ. നീ കുടുങ്ങിയിരിക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്. ആമേൻ. കുടുങ്ങി കിടക്കുന്ന ചിലതിന്റെ കുടുക്കഴിച്ചെടുക്കാൻ, ചില കുരുക്കുകൾ അഴിച്ചെടുക്കാൻ ഇന്ന് പകൽ ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നീ പോകുന്ന ഏരിയകളിൽ, നീ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ, നിന്റെ ബന്ധങ്ങളിൽ, നിന്റെ പരിചയങ്ങളിൽ ചിലത് കുരുങ്ങി കിടക്കുന്നുണ്ട്. ഇന്ന് പകൽക്കാലം അതിനെ അഴിക്കാനാ നിന്നെ ദൈവമാക്കി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ആത്മാവുള്ളവൻ പ്രലോഭനങ്ങളിൽ കുരുങ്ങി പോകത്തില്ല. കർത്താവ് സകലത്തെ ജയിച്ചു. ഞാൻ പറയുന്നു, ഇന്ന് പകൽ നമ്മൾ പുതിയ നിയമത്തിൻ്റെ വക്താക്കളാണ്. ക്രിസ്തുവിൻ്റെ ശരീരമാണ്. നമ്മുടെ മേലുള്ളത് സാധാരണ ത്വക്കല്ല, ന്യായപ്രമാണത്തിൻ്റെ ത്വക്കല്ല. ഇത് പുതിയ നിയമത്തിൻ്റെ ത്വക്ക. ഒരു ദൈവ സാന്നിധ്യം വെളിപ്പെട്ടാൽ അത് നമ്മൾ തിരിച്ചറിയും. ദൈവമഹത്വം എനിക്കറിയാം. ഞാൻ ഈ പ്രസംഗിക്കുമ്പോൾ ഞാൻ വെറുതെ പറയാം, ഈ പ്രസംഗിക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ തീ കത്തുന്നത് എനിക്കറിയാം. അവൻ്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ ഉള്ളത് ഞാൻ അനുഭവിക്കുന്നു. ഇതിനകത്ത് ആരൊക്കെയോ അത് അനുഭവിക്കുന്നുണ്ട്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. എന്തിനാണെന്നറിയാമോ? ഹല്ലേലൂയ. നമ്മളെ ദൈവം തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത് അവൻ്റെ മഹത്വം വഹിക്കാനാണ്. ആമേൻ. ദൈവം ശത്രുവിന് വിട്ടുകൊടുക്കരുത്. ഇന്ന് പകൽ ഒരു നിമിഷം എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ എല്ലാ കണ്ണുകളും അടയട്ടെ. ആമേൻ. ഇന്ന് പകൽ ആമേൻ. നമ്മുടെ ജീവിതത്തിൻ്റെ ചരിത്രങ്ങൾ മാറട്ടെ. അപ്പോസ്തലന്മാർ ഒരുമിച്ച് കൂടി ആമേൻ. സ്തോത്രം. ആമേൻ. ഒരുവനെ ചീട്ടിട്ടെടുത്തതുപോലെ, ആമേൻ, ചീട്ട് മദ്യാസിന് വീണതുപോലെ ഇന്ന് പകൽ ദൈവകുഞ്ഞ് ആമേൻ, നിന്റെ പേര് ദൈവത്തിൻ്റെ ആമേൻ. സ്തോത്രം. അപ്പോസ്തലത്വത്തിൽ ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്റെ പേര് ചേർക്കപ്പെടുന്ന ദിവസമാകട്ടെ. ഇന്ന് പകൽ എല്ലാ കണ്ണുകളും അടട്ടെ. ആരും മൗനമായി നിൽക്കരുത്. ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവേ, എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി. ന്യായപ്രമാണത്തിൻ്റെ ഒരു മൂടുപടവ് എന്നിൽ കാണാതെ വണ്ണം ക്രിസ്തുവിൻ്റെ തേജസ്സിനാൽ ഞാൻ കണ്ണാടി പോലെ പ്രതിബിംബിക്കേണ്ടതിന് കർത്താവെ, ആ മൂടുപടങ്ങൾ എന്തെങ്കിലും എവിടെയെങ്കിലും കിടക്കുന്നുവെങ്കിൽ എന്നിൽ നിന്ന് മാറ്റി ദൈവമേ ഇന്ന് പകൽ എന്നെ പുതിയൊരു വ്യക്തിയാക്കി മാറ്റണമേ, ഒരു പുതിയ തുരുത്തിയാക്കി മാറ്റണമേ. ഇന്ന് പകൽ കർത്താവെ, നീ എന്നെ ഒരു പുതിയ തുരുത്തിയാക്കി മാറ്റണം, ഒരു പുതിയ തുരുത്തിയാക്കി മാറ്റണം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. മനുഷ്യൻ പുറമേ ഉള്ളത് കാണും, പക്ഷെ കർത്താവ് നിങ്ങളുടെ ഹൃദയങ്ങളെ ഇന്ന് പകൽ ആമേൻ. വചനം വന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ. ഇന്ന് പകൽ നിങ്ങൾക്ക് സമീപസ്ഥനായി ഒരുവൻ നിൽപ്പുണ്ട്, ഒരുവൻ നിങ്ങളുടെ അടുക്കൽ നിൽപ്പുണ്ട്. നിങ്ങളൊന്ന് പറയാമോ? ഇന്ന് പകൽ പറയുമ്പോൾ, കർത്താവേ, എന്നെ ഒരു പുതിയ തുരുത്തിയാക്കി. കർത്താവേ, നിന്റെ മഹത്വം വഹിക്കുന്ന ഒരു തുരുത്തിയായി എന്നിൽ അഭിസ്തോത്ര. കർത്താവേ, നിന്റെ ആത്മാവ് എന്നിൽ തൂകിപ്പോകാതെ, എന്നെ നഷ്ടമാകാതെ വണ്ണം കർത്താവിൻ്റെ ആത്മാവിനിൽ നിലനിൽക്കേണ്ടതിന് കർത്താവെ സ്തോത്രം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു, ഹല്ലേലൂയ. സ്തോത്ര. പാത്രത്തിൽ എണ്ണ കരുതാത്തവർ ആമേൻ. സ്തോത്ര പുറത്താക്കപ്പെട്ടതുപോലെ ഒരു ദിവസം ഞാനും നിങ്ങൾ പുറത്താക്കപ്പെട്ടു പോകാതിരിപ്പാൻ. ഹല്ലേലൂയ. സ്തോത്ര. ഇന്ന് പകൽ ആമേൻ എല്ലാ ആദരങ്ങളും തുറന്ന് പ്രാർത്ഥിച്ച ദൈവമേ, ഇന്ന് പകൽ നീ എന്നെ ഒരു പുതിയ തുരുത്തിയാക്കി മാറ്റണമേ. നിന്റെ ആത്മാവിനെ വഹിച്ചു കൊണ്ടുപോകുക കർത്താവേ. ഞങ്ങൾ ജഡത്തിൽ ജീവിക്കുന്നു, ജഡപ്രകാരമല്ല. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം ഞങ്ങൾ പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, കോട്ടകൾ ഇടിപ്പാൻ തക്കവണ്ണം ദൈവസന്നിധി ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ ആമേൻ. സ്തോത്രം. ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന എല്ലാ ഉയർച്ചകളും എല്ലാ സങ്കല്പങ്ങളും ഏതു വിചാരത്തെയും ക്രിസ്തുവിന്റെ അനുസരണത്തിൽ പിടിച്ചടക്കിക്കൊണ്ട് കർത്താവേ, നിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ. ദൈവമേ, സഹായിക്കണമേ. ഇന്ന് പകൽ ഹല്ലേലൂയ. ഹൃദയം നുറുങ്ങിയവർക്ക് സമീപം നമ്മൾ ആരും വിശുദ്ധരെന്ന് പറയണ്ട. നമ്മൾ സ്തോത്ര. ഹല്ലേലൂയ. ആമേനെല്ലാം തികഞ്ഞവരെന്ന് പറയണ്ട. ഇന്ന് പകലൊന്ന് താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാമോ? ദൈവത്തോടൊന്ന് താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവേ, ആമേൻ. സ്തോത്രം. അപ്പ നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ, ഞാൻ ഇന്ന് പകൽക്കാലം എന്നെ താഴ്ത്തുന്നപ്പ. കുറവുകളുണ്ട് കർത്താവേ, ബലഹീനതകളുണ്ട് കർത്താവേ, താഴ്ചകളുണ്ട് കർത്താവേ. പക്ഷേ ഇന്ന് പകൽ ആമേൻ. സ്തോത്ര. കുശവനെ, നീ എന്നെ പണിയണം ദൈവമേ, നീ എന്നെ പണിയണമപ്പ. ഇന്ന് പകൽ കർത്താവേ, എന്നെ തുരുത്തിയെ നീ പണിയണമേ. പഴയ തുരുത്തി ഞങ്ങൾക്ക് വേണ്ട,
പഴയ തുരുത്തിയായിരിക്കാനല്ല കർത്താവെ, ഞങ്ങൾ പുതിയ തുരുത്തിയായി, പുതിയ വീഞ്ഞ് പകരപ്പെട്ടവരായി കർത്താവെ, നിന്റെ വരവെങ്കിൽ ഞങ്ങൾ ആമേൻ സ്തോത്രം അനേക പ്രതിഫലങ്ങൾക്ക് യോഗ്യരാകുവാൻ തക്കവണ്ണം ആമേൻ കർത്താവെ, ഭൂമിയിൽ ഞങ്ങൾ കർത്താവിന് പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം ആ പുതിയ സൃഷ്ടിയായി ഇന്ന് പകൽക്കാലം ആമേൻ സ്തോത്രം, ഇന്ന് പകൽ എന്നെ മാറ്റണമേ, എന്നെ ചേഞ്ച് ചെയ്യണമേ, എന്നെ പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ. എൻ്റെ ശരീരത്തെ, എൻ്റെ ജീവനെ, എൻ്റെ പ്രാണനെ അപ്പാ നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ തരുന്നു അപ്പാ. നന്ദി കർത്താവേ. അപ്പാ, ഈ വചനത്തിന് മുൻപാകെ ഞങ്ങളെ താഴ്ത്തുന്നു. പലപ്പോഴും കർത്താവേ, ആത്മാവിനെ പ്രാപിച്ചിട്ടും നന്മകൾ പ്രാപിച്ചിട്ട് കർത്താവേ, അത് നിലനിൽക്കുവാൻ കഴിയാതെ വണ്ണം കർത്താവിൻ്റെ മഹത്വം ഞങ്ങളിൽ ചോർന്നു പോകുന്ന അനുഭവങ്ങൾ ഇല്ല കർത്താവേ. ഇന്ന് പകൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഈ തുരുത്തിയെ നീ പണിയണമേ, ഇതിൻ്റെ ചോർച്ചകളെ മാറ്റണമേ കർത്താവേ. ഒരു പുതിയ തുരുത്തിയാക്കി ഇന്ന് പകൽ കർത്താവേ അനേകർക്ക് പ്രയോജനമുള്ള ഒരു തുരുത്തിയാക്കി ഇന്ന് പകൽ എന്നെ പണിയണമേ. എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ദേശത്തിൽ, എൻ്റെ സഭയിൽ, എൻ്റെ സ്തോത്ര രാജ്യത്തിൽ കർത്താവേ, ഞാൻ പ്രയോജനമുള്ള ഒരു തുരുത്തിയായി മാറുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. അങ്ങത് ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. അവിടുത്തെ കൃപയ്ക്കായി നന്ദി അപ്പാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ജീസസ്. കർത്താവേ, അങ്ങയുടെ ബലമുള്ള കരങ്ങളിലേക്ക് ഞങ്ങളെ താഴ്ത്തുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.